ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിമിഷിയ സീസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഒരു കുട്ടി വ്ളോഗായിട്ട് കേട്ടോ. ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ പോവുകയാണേ. നമ്മൾ പോകുന്നത് ട്രെയിനാട്ടോ. ഇത് തലശ്ശേരി റെയിൽവേ കേട്ടോ. നമ്മൾ വണ്ടി ഇവിടുന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വേണം നമ്മൾ വണ്ടി കയറാൻ. അപ്പം അങ്ങ് ദൂരെയാണ് എൻ്റെയൊക്കെ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. അതാ കാണുന്ന കാണേണ്ടിക്ക. എൻ്റെ മോനക്ക് ഒരു സർപ്രൈസ് ആയിട്ടാട്ടോ പോണത്. ഓനറിയൂല നമ്മൾ പോണത്. ഏകദേശം ഞാൻ അവനെ കണ്ടിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തോളായി. എനിക്ക് തീരെ വയ്യാതൊക്കെ ആയിട്ട് എനിക്ക് നാട്ടിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോനെ കാണാൻ പോകുന്നത്. വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരുന്നത്, മോനോട് പറയണ്ട, ഇന്ന് സ്കൂളിൽ ഓനെ പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഉമ്മായും പിടിച്ചു വെച്ചിരുന്നവനെ. എനിക്ക് ടിക്കറ്റ് ഇടുക കേട്ടോ. എന്നോട് നിന്ന് തീർക്കനെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അറിയുന്നത് ഇപ്പോൾ വരും നമുക്കുള്ള വണ്ടി. ടിക്കറ്റ് എടുത്ത് സ്റ്റെപ്പ് കയറുന്നതിനേക്കാൾ മുന്നേ നമുക്കുള്ള വണ്ടി അവിടെ കിട്ടൂലേ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞിരിക്കാനോ എനിക്ക് വയ്യൊന്നും കയറാനേ പതിയെ പോയാൽ സ്പീഡായിരുന്നു വണ്ടി. വണ്ടി കയറിയപ്പോഴാണ് അവിടെ നിന്നൊരു ട്വിസ്റ്റ് നടന്നത്. നമ്മൾ കാലിക്കറ്റ് കോഴിക്കോട് റെയിൽവേയിലെത്തിയപ്പോഴാണ് ഇക്കറിഞ്ഞാടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് എവിടെ ആണെങ്കിലും ഇരുന്നോന്ന്. അപ്പോഴല്ലേ വൺ കോമഡി ഉണ്ടായി. ആ വണ്ടി തലശ്ശേരിയിൽ നിന്ന് തൊട്ട് കോഴിക്കോട് വരെ ഉള്ളുന്നു. അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് വേറെ വണ്ടി മാറിക്കയറണം. അതിനുള്ള പുറപ്പാടാണ്. ഫുള്ളും കോണിയാണ്. എനിക്ക് കോണിയൊന്നും കയറി ഇറങ്ങാൻ വയ്യ, ആകെ ക്ഷണിച്ച്. കോഴിക്കോട് ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ലിഫ്റ്റ് കയറാൻ പേടിയാണ്. എന്നെ കുറേ വിളിച്ച് എന്നെ കളിയാക്കിയൊക്കെ ചെയ്തു. പക്ഷേ റിസ്ക് ലിഫ്റ്റാണെങ്കിലും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. ഇക്ക ലിഫ്റ്റിൽ വന്നേ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. വരുന്ന കണ്ടില്ല, അല്ല ദാദാ സാഹിബ് നിൽക്കുന്ന പോലെ കയ്യും കെട്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇപ്പുറം കടന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ചായയും 2 വടയും കഴിച്ച് അവിടുന്നും കയറി. എൻ്റെ വീട് മലപ്പുറം തിരൂരാണ്. അങ്ങനെ നമ്മൾ തിരൂർ റെയിൽവേയിൽ ഇറങ്ങി. തിരൂർ റെയിൽവേയിലെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ നെറ്റ് ഓണാക്കി, ഫോണെടുത്ത് നെറ്റ് ഓണാക്കിയപ്പോഴാണ് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ മകളുടെ 2ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ നമ്മൾ വെറുതെ പോകാൻ കഴിയൂലല്ലോ. അപ്പം ഞാൻ എന്താക്കി, അവൾക്കൊരു കുറച്ച് ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ പോയി. അങ്ങനെ തിരൂർ മാർക്കറ്റിൽ ഫോറിൻ മാർക്കറ്റിൽ പോയി നല്ല അടിപൊളി ചോക്ലേറ്റിൻ്റെ കടയിൽ കയറി നമ്മൾ അവിടുന്ന് ചോക്ലേറ്റൊക്കെ മേടിച്ച് ഇതാണ് തിരൂര് മാർക്കറ്റിലേക്ക് പോണ വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ ചോക്ലേറ്റ് കടയിൽ കൊടുത്തു എത്തിട്ട് നമ്മളവിടെ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് കടയിലെത്തി. ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല കൊള്ളാം, അത്യാവശ്യം നല്ല അടിപൊളി ഷോപ്പാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്, അടിപൊളി ചോക്ലേറ്റാണ്. അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കും നമ്മൾ ഏതാ എടുക്കണ്ടേ എന്താ എടുക്കണ്ടേ എന്നുള്ളത്. അത്രയ്ക്ക് മിഠായികളുണ്ട് അതിനകത്ത്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല.
അങ്ങനെ നമ്മൾ മോക്ക് വാങ്ങിച്ച മിഠായി കുറച്ചൊന്ന് നടത്താനുണ്ട് ഓപ്പോസിറ്റ് എല്ലാം ഓട്ടോ പിടിച്ച് ഓട്ടോ കയറി മോൾക്ക് ഡ്രസ്സ് മേടിച്ച് പിന്നെ കുറച്ച് ബേക്കറി വാങ്ങിച്ച് മിഠായി വാങ്ങിച്ച് അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഞാൻ വീട്ടിലെത്തി. മോനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. മോനിങ്ങനെ വിളിക്കുന്നുണ്ട്, മോന് മുന്നിൽ വരുന്നില്ല, ഭയങ്കര നാണം. അങ്ങനെ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഭയങ്കര നാണം എനിക്ക്. ഓനാകെ ക്ഷീണിച്ച് പിന്നിട്ടാ അവനക്ക് വലിയ പനിയും ചുമയൊക്കെ പിടിച്ച് മുടിയാണെങ്കിലോ ചെറുതാക്കി കട്ട് ചെയ്തിക്കണം, മുറിച്ചെടുത്തിക്കണം. തലയിൽ നല്ലോണം താരനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ പൊണ്ണുമോൻ എന്നെ കണ്ട സന്തോഷത്തിലാണ്. ഓൻ്റെ അടുത്ത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഉമ്മച്ചി ഡ്രസ്സ് മേടിച്ച് തരണ്ട്, നീ ഇപ്പം ഉള്ളതൊക്കെ ഒപ്പിക്ക് പോന്നെയാണ്. അങ്ങനെ അവന് ഡ്രസ്സെല്ലാം എടുത്ത് നോക്കുന്ന തിടുക്കത്തിലാട്ടാ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാടക വീട്ടിലാട്ടോ. എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ബെഡ്റൂം അടിഞ്ഞ ഒരു കൊച്ചു വീടാട്ടോ. തൽക്കാലം നമ്മൾ അതിനകത്ത് നിൽക്കുന്നതാണ്. അടുത്ത് പുതിയ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കയറിയിരിക്കും. മറുപടി എനിക്ക് വന്ന് തന്നു. മാഷാഅല്ലാ, ഓനക്കത് നല്ലോണം ഇഷ്ടമായിരിക്കുന്നു തന്നെ പറഞ്ഞു. ഓനക്കിഷ്ടം ഷർട്ടും പാൻറ്റുമാണ്. പക്ഷെ എനിക്കിഷ്ടം എന്താ പറയുക, ടീഷർട്ടും 3/4 എനിക്കിഷ്ടം. ഇപ്പം മക്കളിടുന്ന പ്രായം അതല്ലേ, ഷർട്ടും പാൻറ്റും വലിയ കുട്ടിയായാലും ഇടാമെന്ന് ഞാൻ അവനോട് കുറേ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഓൻ ഈ ഷർട്ടും പാൻറ്റും ഇടുമ്പോൾ വലിയ കുട്ടികളെ പോലെ തോന്നും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ബർത്ത്ഡേ ഗേൾ നല്ല ഉറക്കത്തിലാണ്. അവളെ വിളിച്ചുണർത്തി അവളുടെ ചോക്ലേറ്റ് കൈമിൽ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ച് യാത്രയായി. വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വരുന്നതിൻ്റെ ഇടയിൽ ഷോ നന്നായിട്ട് കരഞ്ഞ്. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ തിരൂരിൽ നിന്ന് വണ്ടി കയറി കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് നിന്ന് മാറി കയറിയപ്പം എടുത്ത വീഡിയോ ഞാൻ എത്തിട്ടാ. ഇനി ഇൻഷാ അല്ലാ 2 ആഴ്ച കഴിഞ്ഞാൽ ഉമ്മച്ചി വരാമെന്നും പറഞ്ഞിട്ട് പോന്നതാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, എൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.